അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കോമ്പൗണ്ട് ആയിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ അക്യുമുലേറ്റ് ചെയ്ത് ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്ത് പോകുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഇൻപുട്സ് മൂന്നും സെയിം തന്നെയാണ്. പ്രിൻസിപ്പൽ എമൗണ്ട് വേണം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വേണം, ടൈം പീരീഡ് അതായത് എത്ര ഇയേഴ്സിന് വേണ്ടിയാണ് നമ്മൾ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നതെന്നുള്ളതും വേണം. സോ ഫസ്റ്റ് നമ്മൾ 3 ഇൻപുട്സ് റീഡ് ചെയ്തു. ആദ്യം പ്രിൻസിപ്പൽ കിട്ടാൻ വേണ്ടി ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചു. അതിൻ്റെ അത് പ്രിൻസിപ്പൽ എമൗണ്ട് ഡബിൾ കോട്ട്സിനുള്ളിൽ ആ സ്ട്രിങ് അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം റൺ ചെയ്യുമ്പോൾ. ഇനി അതിനെ ഫ്ലോട്ടാക്കി കൺവേർട്ട് ചെയ്തു. അതുപോലെ സെക്കൻഡ് എൻ്റർ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അത് നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് റീഡ് ചെയ്യുന്നു, ഫ്ലോട്ടാക്കി കൺവേർട്ട് ചെയ്യുന്നു, ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. സെയിം കേസ് ഫോർ ടൈം ഓൾസോ. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ താഴെ കാണുന്നത്. എന്തായിരുന്നു നോക്കിയേ, പ്രിൻസിപ്പൽ ഇൻറ്റു 1 + r/100, അത് r എന്ന് വെച്ചാൽ റേറ്റ് ബൈ 100 ഹോൾ റേസ് ടു ടൈം പീരീഡ്, അതാണ് നമ്മളുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. എമൗണ്ട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൾ ഫസ്റ്റ് എടുക്കുക. നേരത്തെ പ്രിൻസിപ്പൾ ഇൻറ്റു റേറ്റ് കൊണ്ട് ടൈം മതിയായിരുന്നു. ഇവിടെ പകരം എന്ത് വേണം, പ്രിൻസിപ്പൾ ഇൻറ്റു നെക്സ്റ്റ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അതിൻ്റെ അകത്ത് 1 + റേറ്റ് ബൈ 100, എന്നിട്ട് ഈ 1 + റേറ്റ് ബൈ 100ന് ഹോൾ റേസ് ടു, അതായത് എക്സ്പോണൻഷിയേഷൻ, അതിനാണ് ഈ 2 സ്റ്റാർ യൂസ് ചെയ്യുന്നത്. ഹോൾ റേസ് ടു ടൈം പീരീഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ ഈ 2 സ്റ്റാർ ഓപ്പറേഷൻ മീനിങ് എക്സ്പോണൻഷിയേഷൻ അല്ലെങ്കിൽ റേസ് ടു മീനിങ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് ഇത്ര കാൽക്കുലേഷൻ കഴിയുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടി. പ്രിൻസിപ്പൾ അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് രണ്ടും കൂടി ഒന്നിച്ചായി കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് ഈ എമൗണ്ട് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എമൗണ്ട് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. ഇതിൽ നിന്ന് പ്രിൻസിപ്പൾ മാത്രം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ആക്ച്വൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്ന് കിട്ടും. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈക്വൽ ടു എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ. ഫസ്റ്റ് നമ്മളൊരു പ്രിൻസിപ്പൽ എമൗണ്ട് ഇട്ടു, അതിന് കുറച്ച് ഇൻട്രസ്റ്റ് കിട്ടി, ആ ഇൻട്രസ്റ്റും ഈ പ്രിൻസിപ്പലും കൂടെ കൂടിയതാണ് നമ്മളുടെ ടോട്ടൽ എമൗണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് മാത്രം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ ഫൈനൽ എമൗണ്ട് എത്രയായിരുന്നു അതിൽ നിന്ന് പ്രിൻസിപ്പൽ കുറച്ചാൽ നമ്മളുടെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കിട്ടും. അതാണ് ഈ സ്റ്റെപ്പിൽ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് റിസൾട്ട്സ് രണ്ടും ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരിക. പ്രിന്റ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ്, പ്രിന്റ് ഫംഗ്ഷൻ നമുക്കറിയാം, ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു, അതിനുള്ളിൽ എന്ത് സ്ട്രിങ് ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് അങ്ങനെ കൊടുത്തു. നെക്സ്റ്റ് ഒരു വാല്യൂ ആയതുകൊണ്ട് കോമ സെപ്പറേറ്റ് ചെയ്തു, ഏത് വാല്യൂ ആണോ ആ വേരിയബിളിൻ്റെ പേര് കൊടുത്തു. സോ നെക്സ്റ്റ് പ്രിന്റ് ദ ടോട്ടൽ എമൗണ്ട് ഈസ്, ഈ എമൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിളിലുള്ള വാല്യൂ എന്താണോ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. റൺ ചെയ്ത് നോക്കാം. പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് 2000, rate of interest is 2, number of years is 2, compound interest is 80 point something, total amount is 2080. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് മാത്രം കിട്ടിയതാണ് 80.8. അപ്പോൾ ഈ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് കൂടിയതാണ് നമ്മളെ ടോട്ടൽ എമൗണ്ട്, ദാറ്റ് ഈസ് 2080. അപ്പോൾ ഇക്വേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് റേസ് ടു ഓപ്പറേറ്റർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ഈ 1 + r/100 1 + റേറ്റ് ബൈ 100ന് ബ്രാക്കറ്റ് നിർബന്ധമായിട്ടും വേണം. അതിനാണ് റേസ് ടു ടൈം വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വരും, റേസ് ടു ടൈം പീരീഡ് അല്ലെങ്കിൽ റേസ് ടു നമ്പർ ഓഫ് ഇയേഴ്സ് വരുന്നത്. അപ്പോൾ റേസ് ടു വരാൻ വേണ്ടി നമ്മൾ 2 സ്റ്റാർ ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോഗ്രാം നിങ്ങൾക്ക് ഫിസിക്സ് ഒക്കെ പഠിച്ചപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള സാധനമാണ്. പ്രോഗ്രാം ടു കൺവേർട്ട് സെൽഷ്യസ് ടു ഫാരൻഹീറ്റ്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ സ്കെയിൽസാണ് സെൽഷ്യസും ഫാരൻഹീറ്റും ഒക്കെ. അപ്പോൾ സെൽഷ്യസ് സ്കെയിലിൽ ഉള്ള ഒരു വാല്യൂ നമ്മൾ റീഡ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഫാരൻഹീറ്റ് സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സെൽഷ്യസ്, ഇപ്പോൾ എത്ര ഡിഗ്രി സെൽഷ്യസിനാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്, ആ സെൽഷ്യസ് വാല്യൂ നമ്മൾ ഇൻപുട്ട് ചെയ്യണം. സോ എൻ്റെ അത് ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ്. അപ്പോൾ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചു അതിനുള്ളിൽ ഈ ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. ഇനി റീഡ് ചെയ്യുന്ന വാല്യൂവിനെ ഫ്ലോട്ടാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഫ്ലോട്ട് ഫംഗ്ഷൻ നമ്മൾ പുറത്ത് യൂസ് ചെയ്തു. അപ്പോൾ റീഡ് ചെയ്ത സെൽഷ്യസ് വാല്യൂ നമ്മൾ ഈ വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. F ഈക്വൽ ടു അല്ലെങ്കിൽ ഫാരൻഹീറ്റ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ റീഡ് ചെയ്ത് സെൽഷ്യസ് ഇൻറ്റു 9/5 ബ്രാക്കറ്റിൽ ഇടുക പ്ലസ് 32. അപ്പോൾ സെൽഷ്യസ് ഇൻറ്റു 9/5 പ്ലസ് 32 എന്നുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഫാരൻഹീറ്റിലുള്ള എന്താണോ ആ വാല്യൂ നെക്സ്റ്റ് പ്രിൻറ്റിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. സോ പ്രിൻറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു, അതിനുള്ളിൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് ഈസ്, ആ സ്ട്രിങ് അങ്ങനെ കാണിക്കേണ്ടതെന്ന് ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുത്തു. ദെൻ കോമ സെപ്പറേറ്റഡ്. നെക്സ്റ്റ് ഏത് വേരിയബിൾ വാല്യൂ ആണ് കൊടുക്കേണ്ടത്, ഫാരൻഹീറ്റ്, അത് നമ്മളവിടെ കൊടുത്തു. അപ്പോൾ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക, സെൽഷ്യസിലുള്ളത് എന്താണോ ഇൻറ്റു 9/5 ഇൻ ബ്രാക്കറ്റ്സ് പ്ലസ് 32. റൺ ചെയ്ത് നോക്കാം. ഇനി 100 ഡിഗ്രി സെൽഷ്യസ് കൊടുത്താൽ എന്ത് കിട്ടുമെന്ന് നോക്കാം. ആണല്ലോ 100 ഇൻറ്റു 9/5 പ്ലസ് 32. നമുക്കറിയാം നമ്മളുടെ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ നമ്മളുടെ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആണ്. അത് നമ്മുടെ സെൽഷ്യസ് സ്കെയിലിൽ 100ഉം ഫാരൻഹീറ്റിലാണെങ്കിൽ 212 ആണ്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതിന് നേരെ തിരിച്ചുള്ള കൺവേർഷനാണ് ഇനി നമ്മൾ പറയുന്നത്. പ്രോഗ്രാം ടു കൺവേർട്ട് ഫാരൻഹീറ്റ് ടു സെൽഷ്യസ്. അപ്പോൾ അവിടെ നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, അതിനെന്താ കൺവേർട്ട് ചെയ്യണം,
സെൽഷ്യസ് ആക്കി കൺവേർട്ട് ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചു എൻ്റെ അത് ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ്. അപ്പോൾ അത് റീഡ് ചെയ്തു, ഫ്ലോട്ടാക്കി കൺവേർട്ട് ചെയ്തു, ഈ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈക്വേഷൻ അറിഞ്ഞിരിക്കുക. ഒന്നുകിൽ ഈ ഈക്വേഷൻ അല്ലെങ്കിൽ മുകളിലത്തെ ഈ ഈക്വേഷൻ ഇതിൽ ഒന്ന് കിട്ടിയാലും ഒന്നറിയാവുന്നുണ്ടെങ്കിൽ മറ്റേ നിങ്ങൾക്ക് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. സോ ഇതിൽ സെൽഷ്യസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ +32 ആയിരുന്നു, അപ്പുറത്തേക്ക് മാറിയപ്പോൾ എന്തായി -32 ആയി, ഫാരൻഹീറ്റ് -32. ഇവിടെ ഇൻറ്റു 9/5 ആയിരുന്നു, അത് അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും ×5/9 ആവും. അതാണ് ഇക്വേഷനിൽ ഡിഫറൻസ്. സോ സെൽഷ്യസ് ഈക്വൽ ടു ഫാരൻഹീറ്റ് -32 × 5/9. ഈ ബ്രാക്കറ്റ് മസ്റ്റ് ആയിട്ട് ഇടണം, അല്ലെങ്കിൽ 32 × 5/9 ചെയ്യുമ്പോൾ അവിടെ മിസ്റ്റേക്ക് വരും. അപ്പോൾ ഇതിൽ നമുക്ക് സെൽഷ്യസിൽ നമ്മുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. നെക്സ്റ്റ് ആ കിട്ടിയ റിസൾട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. സോ പ്രിൻറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു, അതിനുള്ളിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ എന്ത് കൊടുത്തു, നമുക്ക് എഴുതി കാണിക്കണം ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് ഈസ്, ദെൻ കോമ സെപ്പറേറ്റ് ചെയ്തു, ഏത് വേരിയബിളിലെ വാല്യൂ ആണോ അതാണ് ഈ സെൽഷ്യസ് എന്ന് പറഞ്ഞ വാല്യൂ. റൺ ചെയ്യാൻ നോക്കാം. നേരത്തെ പറഞ്ഞ അതേ വാല്യൂ കൊടുത്തു നോക്കാം. 212 ഇൻ ഫാരൻഹീറ്റ് കൊടുത്താൽ നമുക്ക് എത്ര കിട്ടണം, നമ്മൾ നേരത്തെ പറഞ്ഞു 100 ഡിഗ്രി സെൽഷ്യസ് കിട്ടണം. സോ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് ഈസ് 100. നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. നമ്മൾ 3 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യുന്നു, അതിലേതാണ് ലാർജസ്റ്റ് എന്ന് കണ്ടുപിടിക്കുക. നമ്മൾ ലാർജസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ് പറഞ്ഞു, സ്മോളസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ് പറഞ്ഞു. ഇപ്പോൾ ജസ്റ്റ് അതിൽ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ മാത്രം നമ്മളവിടെ കമ്പയർ ചെയ്യുന്നുള്ളൂ. ഇവിടെ കമ്പാരിസൺ അതൊക്കെ തന്നെ വരുന്നുള്ളൂ, പക്ഷേ 3 നമ്പേഴ്സിൽ നിന്ന് ലാർജസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരാളെ എടുത്ത് ബാക്കി 2 പേരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം ആൾ ലാർജസ്റ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ അത്രയുള്ള ഡിഫറൻസ്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, 3 നമ്പേഴ്സ് ഇൻപുട്ടായിട്ട് എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഓരോന്നിനകത്ത് എന്ത് കൊടുത്തു, എൻ്റെ ദ ഫസ്റ്റ് നമ്പർ, എൻ്റെ അത് സെക്കൻഡ് നമ്പർ, എൻ്റെ അത് തേർഡ് നമ്പർ. അപ്പോൾ 3 നമ്പേഴ്സ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് കീബോർഡിൽ നിന്ന് ഇൻപുട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ട് ഫംഗ്ഷൻ റീഡ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്ട്രിംഗ് ഫോർമാറ്റിലായിരിക്കും. അതിനെ നമുക്ക് വേണ്ട നമ്പർ ഫോർമാറ്റിലേക്ക്, ഒന്നുകിൽ ഇൻറ്റിജർ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഈ ഇൻപുട്ടിൽ റീഡ് ചെയ്ത് കിട്ടുന്ന ആ വാല്യൂവിനെ എന്താക്കി മാറ്റും, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആക്കി മാറ്റും. അപ്പോൾ ഒരു നമ്പർ ആയിരിക്കും ചിലപ്പോൾ അത്, അല്ലെങ്കിൽ സ്ട്രിങ് ആയിരിക്കും, എന്തായാലും അതിനെ എന്താക്കി മാറ്റും, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറാക്കി മാറ്റും. അപ്പോൾ 3 നമ്പേഴ്സിനെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഫ്ലോട്ട് ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു, അതിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മളുടെ ഇൻപുട്ട് ഫംഗ്ഷൻ നമ്മൾ എഴുതിയിരിക്കേണ്ടത്. ഇൻപുട്ടിൽ നിന്ന് റീഡ് ചെയ്യുന്ന വാല്യൂവിനെയാണ് ഫ്ലോട്ടാക്കി കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ num1, num2, num3 എന്ന് പറഞ്ഞ 3 വാല്യൂസ് നമ്മൾ റീഡ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്യണം, ലാർജസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ലോജിക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഡിറ്റർമിൻ ദ ലാർജസ്റ്റ് നമ്പർ. If num1 greater than or equal to num2 and num1 greater than or equal to num3. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു നമ്പർ ബാക്കി 2 നമ്പറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം ഏതാണ് ലാർജസ്റ്റ് എന്ന് തീരുമാനിക്കാൻ. ഫസ്റ്റ് ആദ്യം നമ്മൾ എന്തെടുത്തു, നമ്പർ 1 എടുത്തു. നമ്പർ 1 ആണോ ലാർജസ്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കമ്പാരിസൺ നടത്താൻ പോകണം. നമ്പർ 1 നമ്പർ 2വിനേക്കാളും വലുതാണോ നോക്കി, അതുപോലെ നമ്പർ 3വിനേക്കാളും വലുതാണോ നോക്കി. അപ്പോൾ ഈ 2 കണ്ടീഷനും ഒന്നിച്ച് സാറ്റിസ്ഫൈഡ് ആയാലും മാത്രമേ ഉള്ളൂ നമ്പർ 1 ലാർജസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്പർ രണ്ടാമത്തേനേക്കാളും നമ്പർ 2വിനേക്കാളും ഗ്രേറ്റർ ദാനോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാനോ ഈക്വൽ ടു ആവണം, ഈക്വൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ആവണം. അതുപോലെ തന്നെ നമ്പർ 1 അതേസമയം തന്നെ തേർഡ് നമ്പറിനേക്കാളും ഗ്രേറ്റർ ദാനോ ഈക്വൽ ആവണം. എന്ന് പറഞ്ഞാൽ 2വിനേക്കാളും 3യേക്കാളും ആരാണ് വലുത്, നമ്പർ 1 വലുതാണ്, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ. ഇനി ഈ കണ്ടീഷനും ഒരേ സമയം ട്രൂ ആവണം എന്നുള്ളതാണ് അതിൻ്റെ ഇടയ്ക്ക് ആൻഡ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ആൻഡ് ദിസ് ബോത്ത് ഷുഡ് ബി ട്രൂ. ഈ രണ്ടും ട്രൂ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, നമ്പർ 1 നമ്പർ 2വിനേക്കാളും വലുതാണ്, അതുപോലെ നമ്പർ 3യേക്കാളും വലുതാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ലാർജസ്റ്റ് ഈക്വൽ ടു നമ്പർ 1. ഇനി നമ്മളുടെ സെക്കൻഡ് കേസ്, നമുക്ക് ബാക്കി പല കേസുകൾ വരാമല്ലോ. ഇവിടെ ഫസ്റ്റ് നമ്പർ മാത്രം നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് നമ്പർ എടുത്ത് ചെക്ക് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ എൽസിഫ് യൂസ് ചെയ്യുന്നു. എൽസിഫിന് വേണ്ടി നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്ന കീവേഡ് ELIF ആണ്, എൽസ് ഇഫ്. ഈഫിൻ്റെ ബെൻഡിലും എൽസിഫിൻ്റെ എൻഡിലും എൽസിൻ്റെ എൻഡിലും എല്ലാത്തിലും കോളൻ ഉണ്ട്, അത് മിസ്സാവാണ്ട് കൊടുത്തോണം. ഇനി എലിഫ് നമ്മൾ എന്താ ചെക്ക് ചെയ്യാൻ നോക്കിയേ, ഈ num1 മാറ്റി num2 ആക്കി. നമ്പർ 2 നമ്പർ 1വിനേക്കാളും വലുതാണോ, അതുപോലെ നമ്പർ 3യേക്കാളും വലുതാണോ, ഇത് രണ്ടും നമ്മൾ ഒന്നിച്ച് ചെക്ക് ചെയ്യുന്നു, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഫസ്റ്റ് നമ്പർ ആയിരുന്നു ഇവിടെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്, നമ്പർ 2വിനേക്കാളും 3യേക്കാളും വലുതാണോ എന്ന്. സെക്കൻഡ് കേസിൽ വന്നപ്പോൾ എന്തായി, രണ്ടാമത്തെ നമ്പർ എടുത്തു, അതായത് num2 എടുത്തു. എന്നിട്ട് അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്പർ 1 ആണോ, അതുപോലെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു നമ്പർ 3 ആണോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ സെക്കൻഡ് നമ്പർ എടുത്തു, 1വിനേക്കാളും 3യേക്കാളും ഗ്രേറ്റർ ആണോ നോക്കി. ഇവിടെയും നമുക്ക് 2 കണ്ടീഷൻസ് ഉണ്ട്. 2 കണ്ടീഷൻ ഒന്നിച്ച് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് എന്ത് പറയാം, നമ്പർ 2 ആണ് ലാർജസ്റ്റ് എന്ന് പറയാം. സോ ലാർജസ്റ്റ് ഈക്വൽ ടു num2. ഈ 2 കണ്ടീഷനും ഒന്നിച്ച് ട്രൂ ആവണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ആൻഡ് യൂസ് ചെയ്യുന്നത്. ഈ തേർഡ് കേസ്
എൽസ്. ഇപ്പോൾ നം1 അല്ലെങ്കിൽ നം2 അല്ലെങ്കിൽ പിന്നെ ആര് മാത്രമേ ഉള്ളൂ, നം3 മാത്രമേ ഉള്ളൂ. സോ എൽസിൽ പോയാൽ എന്ത് പ്രിന്റ് ചെയ്യും, ലാർജസ്റ്റ് ഈക്വൽ ടു നമ്പർ 3. അപ്പോൾ ലാർജസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഇവിടെയാണെങ്കിൽ നമ്പർ 1 അസൈൻ ചെയ്യും, ഇവിടെയാണെങ്കിൽ നമ്പർ 2 അസൈൻ ചെയ്യും, ഇവിടെയാണെങ്കിൽ നമ്പർ 3 അസൈൻ ചെയ്യും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പ്രിന്റ് ദ ലാർജസ്റ്റ് നമ്പർ ഈസ്. പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഞാൻ ഇതിനുള്ളിൽ ഫസ്റ്റ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്ന ടെക്സ്റ്റ് എന്താണോ അത് ദ ലാർജസ്റ്റ് നമ്പർ ഈസ്. ഇവിടെ വരെ അങ്ങനെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. നെക്സ്റ്റ് നമുക്ക് ലാർജസ്റ്റിൻ്റെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ കോമ യൂസ് ചെയ്യുന്നു, എന്നിട്ട് ലാർജസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളോട് കൊടുക്കുന്നു. അപ്പോൾ ഇതിലുള്ള വാല്യൂ എന്താണോ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. സോ വിൽ റൺ 12, 25, 98. ദ ലാർജസ്റ്റ് നമ്പർ ഈസ് 98. അപ്പോൾ 3 നമ്പേഴ്സിൻ്റെ ലാർജസ്റ്റ് ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ രണ്ട് കേസിൽ നമ്മൾ ആൻഡ് എന്ന് പറഞ്ഞ ഒരു ടേം കണ്ടു. ഈ ആൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഓപ്പറേറ്റർ ഇൻ പൈത്തൺ. അപ്പോൾ പൈത്തണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് ലോജിക്കൽ ഓപ്പറേറ്റർ എന്നാണ് പറയുക. അപ്പോൾ ഈ ലോജിക്കൽ ഓപ്പറേറ്ററിൻ്റെ ഉദ്ദേശം അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും 2 കണ്ടീഷൻസ് ഉണ്ടാവും. ഈ 2 കണ്ടീഷനും ട്രൂ ആവുന്ന സിറ്റുവേഷനിൽ മാത്രം ഈ എൻറ്റയർ കണ്ടീഷൻ ട്രൂ ആവുക എന്നുള്ളതാണ് ഈ ലോജിക്കൽ ഓപ്പറേറ്ററിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതും ട്രൂ ആവുക, ഇതും ട്രൂ ആണെങ്കിൽ ഇറ്റ് റിട്ടേൺസ് ട്രൂ. ഇനി ഒന്ന് ട്രൂ ആയി ഒന്ന് ഫോൾസ് ആയി കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്യുന്നത് ഫോൾസ് ആയിരിക്കും. രണ്ടും ഫോൾസ് ആണെങ്കിൽ ഇറ്റ് റിട്ടേൺസ് ഫോൾസ്. അപ്പോൾ ഫസ്റ്റ് വണ്ണും ട്രൂ ആയി സെക്കൻഡും ട്രൂ ആയി കഴിഞ്ഞാൽ മാത്രം ഈ എൻറ്റയർ കണ്ടീഷൻ ട്രൂ ആവണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ആൻഡ് എന്ന് പറഞ്ഞ ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻഡ് ആണെങ്കിൽ രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ട്രൂ ആണെന്ന് റിട്ടേൺ ചെയ്യുള്ളൂ. അപ്പോൾ ആ ലോജിക്കൽ ഓപ്പറേറ്റർ ആൻഡിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം.